ദേവാലയത്തിന്റെ പണികൾ അവരെ കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം കാണുന്നല്ലോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്റെ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. അവൻ ഒരു വരയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ച് പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെ യുഗാന്തത്തിന്റെ അടയാളം എന്താണെന്നും നിങ്ങൾക്ക് പറഞ്ഞു തരണമേ. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളവൻ. പലരും എന്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും, അവയെ പറ്റിയുള്ള കിംവദന്തികളും. എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഇരുനോവിന്റെ ആരംഭം മാത്രമാണ്. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ വധിക്കും. എന്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. അനേകം വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റുകൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനം വരെ ശ്രമിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എല്ലാ ജനതകളെയും സാക്ഷ്യത്തിനായി രാജ്യത്തിലെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. യുവതിവാക്കളെ, പ്രിയ കുഞ്ഞരജന്മാരെ, കുഞ്ഞരജന്മാരെ, എല്ലാവരും കാണുമ്പോൾ വലിയ സന്തോഷം. കുറെ നാളായി കണ്ടിട്ട്. കഴിഞ്ഞ കൊല്ലം തിരുനാൾ കുർബാനയ്ക്ക് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രസംഗത്തിൻ്റെ ഇടയിൽ കറണ്ട് പോയതും ഓർക്കുന്നുണ്ട്. കറണ്ട് പോയി കൂടുതൽ ഉച്ചത്തിൽ സംസാരിച്ചപ്പോൾ കറണ്ട് വന്നതും ഓർക്കുന്നുണ്ട്. ഇന്ന് വികാരിച്ചനും വേദാന്മാരും കുറച്ച് ദിവസം മുൻപ് എൻ്റെ കൺവീനർമാരൊക്കെ എന്നെ പെരുന്നാൾ ക്ഷണിക്കാനായിട്ട് നാട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇവിടെ വീട്ടിലേക്ക് വരുമ്പോൾ അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം, അപ്പോൾ അവിടേക്ക് വന്ന് ക്ഷണിച്ചാലും മതി. അങ്ങനെ ഇതിനും കൈകാര്യന്മാരുടെ പ്രതിനിധികളും കൺവീനർമാരുടെ പ്രതിനിധികളും കൂടെ വന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കുർബാനയുടെ കാര്യം. ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ കുർബാനയുണ്ട്, ഞാൻ അവിടേക്ക് അച്ഛനാക്കിയിട്ട് വേണം. പക്ഷേ അച്ഛൻ ഞാൻ ആക്കി അച്ഛൻ അവസാനം പറഞ്ഞു, എനിക്ക് വേറെ പരിപാടി ഉണ്ട്, അതുകൊണ്ട് വരാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും അച്ഛനെ കണ്ടെത്തേണ്ടതായിട്ട് വന്നു. എങ്കിലും ഇവിടേക്ക് വരിക എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കും. നമ്മൾ 94-ാമത്തെ നമ്മുടെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുക. നമ്മുടെ വിശ്വാസ സമൂഹവും നമ്മുടെ ഈ ദേവാലയവും ഇതൊക്കെ വന്ന് 94 വർഷങ്ങള് ഈ വിശുദ്ധ പിതാവിന്റെ അനുഗ്രഹങ്ങള് നമ്മൾ സ്വന്തമാക്കി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒരു തിരുനാളും അത് ആത്മശോധനയ്ക്കുള്ള ഒരു സമയം. വിശുദ്ധ ഓർക്കാനായിട്ട് അവരോടുള്ള ഭക്തിയിലും സ്നേഹത്തിലൊക്കെ വളരാനായിട്ട്, അവരുടെ മാതൃക അനുസ്മരിക്കാനായിട്ട്, അവരുടെ മാധ്യസ്ഥം യാചിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക ദിനങ്ങള് തിരുസഭ മാതാവ് നമുക്കായിട്ട് ഒരുക്കി തരുന്നതാണ് നമ്മുടെ ഓരോ തിരുനാളുകൾ. അതിരുപതിയുടെ നിയമാവലിയിലെ എന്തിനാണ് തിരുനാൾ, എന്താണ് തിരുനാളിന്റെ ലക്ഷ്യം എന്നതിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. തിരുനാള് നമ്മൾ ആഘോഷിക്കുന്നത് അത് ആത്മീയ ഉണർവിനും മത നവീകരണത്തിനും കൂട്ടായ്മ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമ്മൾ ഓരോ വർഷവും തിരുനാളുകള് നമ്മൾ ആഘോഷിക്കുകയാണ്. ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് പണിതീർത്ത ജെറുസലേം ദേവാലയം വചനത്തിലെ നമ്മൾ വായിച്ചു കേട്ടു. ദൈവത്തിന്റെ
ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി അനുസരിച്ച് ഒരുപാട് വർഷങ്ങൾ എടുത്ത് ഒരുപാട് പേരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് തീർത്ത ദേവാലയത്തെ നോക്കിയിട്ട് ദൈവം നൽകിയ പുത്രനായ യേശു തന്റെ ശിഷ്യന്മാരോട് പറയാണ്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ദേവാലയം തകർക്കപ്പെടും. ഇതിനർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്ത ശിഷ്യന്മാരെ പിന്നീട് ഒരുമിച്ച് കൂടിയ സമയത്ത് ഈശോ ഒരു മലയിലെ ഇരിക്കുമ്പോ ശിഷ്യന്മാരെ തനിച്ച് ഈശോയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, നീ നേരത്തെ പറഞ്ഞ ആ കാര്യം നിങ്ങൾക്ക് അങ്ങോട്ട് വ്യക്തമായില്ല. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകർക്കപ്പെടും എന്ന് എന്തേ നീ പറഞ്ഞത് എന്ന് ഈ ശിഷ്യന്മാരെ ഈശോയുടെ അടുത്ത് ചോദിക്കുക. അപ്പൊ ഈശോ കൃത്യമായിട്ട് അതിനെ മറുപടി പറയുന്നുണ്ട്. ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച്, ദൈവത്തിന്റെ പ്രത്യേക പദ്ധതികൾക്കനുസരിച്ച് വിശ്വാസ സമൂഹത്തിന് വേണ്ടി ദൈവം ഒരു ആലയം പണിതീർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം. ദൈവത്തിന്റെ സ്വപ്നത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല എങ്കിൽ അത് അതിന്റെ നാശത്തിലേക്ക് ചെന്നെത്തും എന്ന് ഈശോ തന്റെ പ്രിയ ശിഷ്യന്മാരെ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും എന്നെ കുറിച്ചുള്ള, എന്റെ കുടുംബത്തെ കുറിച്ചുള്ള, എന്റെ ജീവിതത്തെ കുറിച്ചുള്ള, എന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള, എന്റെ മക്കളെ കുറിച്ചുള്ള, എന്റെ കുടുംബ കൂട്ടായ്മകളെ കുറിച്ചുള്ള, എന്റെ ഇടവകയെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ദൈവം പടുത്തുയർത്തിയ വ്യക്തികള്, ജീവിത പങ്കാളി, മക്കള്, മരുമക്കള്, പേരക്കുട്ടികള്, കുടുംബങ്ങള്, കുടുംബ കൂട്ടായ്മകളൊക്കെ ദൈവത്തിന്റെ സ്വപ്നത്തോട് ചേർന്ന് നിൽക്കുന്നില്ല എങ്കിലേ അത് തകർന്നു പോകും എന്ന് ദൈവം ഓർമ്മിപ്പിക്കുകയും ഈ ഒരു ദേവാലയത്തിന്റെ ഉദാഹരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഒരു തിരിച്ചറിവിലേക്ക് തിരുനാളുകൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ആത്മശോധനയ്ക്കുള്ള സമയത്തിലൂടെ എന്റെ ജീവിതത്തിലേക്ക് നമുക്ക് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ഈ ദേവാലയത്തിലെ വർഷത്തിലൊരിക്കലേ ഈ തിരുനാളുകൾ കൂടുമ്പോ എന്റെ ദൈവം സ്വപ്നം കണ്ട ഈ ദേവാലയത്തിന്റെ ആ വിശ്വാസം അതിന് പൂർണ്ണതയിലെ മറ്റു തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്ന കാലത്തിലെ എന്റെ ദൈവത്തിന്റെ സ്വപ്നത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്റെ ദൈവത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്റെ കുടുംബത്തിനെ ചേർത്ത് നിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്റെ ദേവാലയത്തിന്റെ ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് എന്റെ കുടുംബ കൂട്ടായ്മകൾക്ക് ദൈവിക സ്വപ്നങ്ങളോട് ചേർത്ത് നിൽക്കാനായിട്ട് എനിക്ക് എന്റെ കുടുംബ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ആത്മശോധന ചെയ്യേണ്ട ദിനമാണ് നമ്മുടെ തിരുനാളുകൾ. കുറവുകളുണ്ടെങ്കിലേ അത് പരിഹരിച്ച് എന്റെ ദൈവിക സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാനായിട്ട് എന്റെ തിരുനാളുകള് എനിക്ക് സാധ്യമാകണം എന്നുള്ളത് ഉറപ്പാണ്. ഞാനായിരിക്കുന്ന ഇടവകയിലേക്ക് വിശ്വാസത്തിന്റെ വലിയ വളർച്ചകള് ഉണ്ടാകാനായിട്ട് ഞാൻ എന്ന വ്യക്തി, ഞാൻ എന്ന കുടുംബം, ഞാനാകുന്ന കുടുംബ കൂട്ടായ്മകള്, ഞാനായിരിക്കുന്ന എന്റെ സംഘടനയുടെ എന്റെ ഉത്തരവാദിത്വങ്ങള് ഒക്കെ ദൈവത്തിന്റെ സ്വപ്നങ്ങളോട് ചേർത്ത് വെച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലെ ഓരോ നിമിഷവും അതിന്റെ വളർച്ചയിലേക്ക് എത്താനായിട്ടൊക്കെ നമുക്ക് സാധിക്കണം എന്നുള്ളത്. ജീവിതത്തിലെ നമുക്ക് സന്തോഷങ്ങള്, സങ്കടങ്ങള്, കുഞ്ഞു കുഞ്ഞു നൊമ്പരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, വീട്ടിലുള്ള രണ്ട് മക്കൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളോട് കൂടിയവൻ, വ്യത്യസ്തമായിട്ടുള്ള കുറവുകളോട് കൂടിയവരാണ് നമ്മുടെ വീട്ടിലുള്ള രണ്ട് മക്കൾ. ആ മക്കളെ കൊണ്ടുവരുന്ന ജീവിത പങ്കാളി
വ്യത്യസ്തമായി മറ്റു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ നിന്ന് വരുന്നത്. എന്നാലേ സന്തോഷത്തോടെ സമാധാനത്തോടെ ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ചില ഇഷ്ടങ്ങള്, നമ്മുടെ ചില ഒമ്പരങ്ങള്, നമ്മുടെ ചില സന്തോഷങ്ങള്, നമ്മുടെ ചില സങ്കടങ്ങള് എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ കുടുംബ കൂട്ടായ്മയ്ക്ക് വേണ്ടി, എന്റെ സംഘടനയ്ക്ക് വേണ്ടി, എന്റെ ഇടവകയ്ക്ക് വേണ്ടിയൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമ്പോഴാണ് അത് ഒരു നല്ല ജീവിതമായിട്ട്, നല്ല കുടുംബമായിട്ട്, നല്ല കൂട്ടായ്മയായിട്ട്, നല്ല ഇടവകയായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. ഇത് ഈ തിരുനാളുകള് നമ്മൾ ആഘോഷിക്കുമ്പോൾ എന്റെ ജീവിതത്തിലെ ഞാൻ എന്ത് ചിന്തിക്കുമ്പോഴും, ഞാൻ എന്ത് പറയുമ്പോഴും, ഞാൻ എന്ത് പ്രവർത്തിക്കുമ്പോഴും, ഞാൻ എന്ത് എഴുതുമ്പോഴൊക്കെ ഇത് എന്റെ ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണോ എന്ന് ചിന്തിക്കാനായിട്ട്, ഞാൻ പറയുന്ന ഓരോ വാക്കും എന്റെ ഇടവകയുടെ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാകാനായിട്ട്, എന്റെ ജീവിതത്തിലെ സമയം ഞാൻ ത്യാഗപൂർവ്വം ചിലവഴിക്കുമ്പോൾ അത് എന്റെ ഇടവകയുടെ വലിയ ഉപരിമഹത്വത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ചിലവാക്കുന്ന സമയങ്ങൾ ആകാനായിട്ട്, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും, എന്റെ ജീവിതത്തിന്റെ തീരുമാനങ്ങളും, എന്റെ ജീവിതത്തിലെ അഭിപ്രായങ്ങളൊക്കെ എന്റെ ഇടവകയെ എന്റെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലെ വളർത്താനായിട്ട്, അങ്ങനെ എന്റെ ഇടവകയുടെ വളർച്ച കണ്ട് മറ്റുള്ളവരെ അസൂയപ്പെടത്തക്ക രീതിയിലെ എന്റെ ഇടവകയെ വളർത്തുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മെ വരമേൽപ്പിച്ചിരിക്കുകയും അതുപോലെ എന്റെ ജീവിതത്തിലെ മുന്നേറാനായിട്ടൊക്കെ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഒത്തിരി കാലത്തെ ആഗ്രഹങ്ങള്, പ്രാർത്ഥനകൾക്ക് ദൈവം ഒരു വലിയ സമ്മാനമായിട്ട് നമ്മുടെ ഇടവകയ്ക്ക് മാത്രമായിട്ട് ഒരു വികാരേശനെ നൽകുകയും, ഒരു അച്ഛനെന്ന നിലയിലെ ഞാൻ പറയും, പൊന്നുപോലെ എന്റെ ദൈവം നൽകുന്ന സമ്മാനമായിട്ട് നമുക്ക് മാത്രമായിട്ട് നൽകുന്ന പുരോഹിതനെ സ്നേഹിക്കാനായിട്ട്, എന്നാൽ ആകും വിധം വേണ്ട എല്ലാ ക്രമീകരണങ്ങള് ഭംഗിയാക്കാനായിട്ട് ഞാനൊന്ന് മനസ്സ് വെച്ചാലേ, എന്റെ കുടുംബം ഒന്ന് മനസ്സ് വെച്ചാലേ എന്റെ ഇടവകയെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. തന്റെ കുടുംബാംഗങ്ങളെയും തന്റെ സന്തോഷങ്ങളെയും ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ഓരോ പുരോഹിതനും ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് ഓരോ ഇടവകയിലേക്ക് കടന്നു വരിക. അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകള് വെച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം, അവരുടെ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം അത് നമ്മുടെ ഓരോരുത്തരുടെയുമാണ് എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി ജീവിതത്തിലെ മുന്നേറാനായിട്ട്, എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ഇടവകയിലേക്ക് കടന്നു വരുന്ന പുരോഹിതനെ ഇതൊരു നല്ല കൂട്ടുകാരനായിട്ടും, എന്റെ ഒരു നല്ല മകനെ പോലെയും, എന്റെ സഹോദരനെ പോലെയും ഒക്കെ സ്നേഹിക്കാനായിട്ട്, ഒരാളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ അത് എന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളുമായിട്ട് സ്വീകരിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കണം എന്നുള്ളത്. വ്യത്യസ്തരായ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകള്, ആശയങ്ങള്, അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ യഥാസമയങ്ങളിലെ സ്നേഹത്തോടെ, സൗഹൃദത്തോടെ, വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പങ്കുവെച്ച് ജീവിതത്തിലെ മുന്നേറാനായിട്ടൊക്കെ നമുക്ക് സാധിക്കട്ടെ. ഒരിടവക അതിന്റെ ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണ അർത്ഥത്തിലേക്ക് കടന്നു വരുന്നത് ആ ഇടവകയുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കുള്ള എല്ലാ സംവിധാനങ്ങളും അത് കൃത്യമായിട്ട് ഒരുക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന എന്റെ എന്നുമുള്ള എന്റെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട്, ആഗ്രഹത്തോടെ അതിനെ പങ്കുചേരാനായിട്ട്, എന്റെ വിശുദ്ധ ബലിയിലെ എന്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തങ്ങള് നമുക്കുണ്ട്. നമ്മൾ വിശുദ്ധ കുർബാന ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട്, എന്റെ ജന്മദിനത്തിന്
അങ്ങനെ എന്റെ വിവാഹ വാർഷികത്തിലൊക്കെ എന്റെ വിശുദ്ധ ബലിയിലെ പങ്കെടുത്ത് എന്റെ ദൈവത്തിന് നന്ദി പറയുന്ന നല്ല ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് സ്വന്തമാക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ എന്നെ കുറിച്ചുള്ള, എന്റെ കുടുംബത്തെ കുറിച്ചുള്ള, എന്റെ ഇടവകയെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന തിരുനാളിന്റെ ലക്ഷ്യം അത് മത നവീകരണത്തിനെ, ആത്മീയ ഉണർവിനെ, കൂട്ടായ്മ പരിപോഷണത്തിന് എന്നുള്ള ത്രിവിധ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും. എന്റെ പുരോഹിതനിലൂടെ, ദൈവത്തിന്റെ പ്രതിപുരുഷനിലൂടെ, കൂദാശകളുടെ സ്വീകരണം വഴി ഒത്തിരി അനുഗ്രഹങ്ങള് എന്റെ ഇടവകയിലേക്ക് കടന്നു വരാനായിട്ട് വചനത്തിലെ നമ്മൾ വായിച്ചു കേട്ടു. വിശ്വാസത്തിലെ പലപ്പോഴൊക്കെ തകർച്ചകള് വരുന്ന ഒരു കാലഘട്ടത്തിലെ നമ്മൾ എത്തി നിൽക്കുമ്പോഴും മറ്റുള്ളവരെ വിശ്വാസത്തിന്റെ തകർച്ചയിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ചുറ്റുപാടുകളിൽ നിന്നല്ല, മറിച്ച് എന്റെ ദൈവത്തിന്റെ സന്നിധിയിലെ വന്ന് എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ത്യാഗത്തോടുകൂടെ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങള് സ്വന്തമാക്കാൻ ഇന്നത് വിശുദ്ധ ബലിയിലും തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നമ്മെ സ്വന്തമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സന്തോഷത്തോടും ഭക്തിയോടുകൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയാണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമെന്നും ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ പിതാവിന്റെ വിശ്വസ്ത ക്രിസ്ത്യാനിയെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. വിശുദ്ധരുടെ പ്രാർത്ഥനകളാൽ അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ അർഹരാവുകയും നിത്യാനന്ദത്തിൽ പങ്കുവരാവുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ ദൈവം, സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസനം നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ.
യാഗവേദിയിലെ സമ്പൂർണ്ണമായി നൽകുന്നിത അറിവോടെ ജീവയാഗം തിരുബലിയായി മാറ്റിയിടമേ. ഈ യാഗവേദിയിലെ സമ്പൂർണ്ണമായി നൽകുന്നിത അറിവോടെ ജീവയാഗം തിരുബലിയായി മാറ്റിയിടമേ. ചൊരിയുവിൻ
ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കാം. എന്നെ ശുദ്ധനാകട്ടെ. കർത്താവേ, ശ്രദ്ധിക്കണമേ സഹോദരനെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ചു സമൃദ്ധമായ മൃഗങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായവരും ഞങ്ങളെ കരുണയാൽ യോഗ്യരാക്കി. അത് നൽകിയ ദാനത്തിന് സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാം. ഞങ്ങളെ ശുദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ തത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധര്യങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. ഇതുകൊണ്ട് ലോകത്തെയും അതിലുള്ള സകലത്തെയും കഴിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവരുടെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആഗ്രഹങ്ങളും അലാഹമാരുടെ ആഗ്രഹങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നേയന്മാരും പരിധികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരോഗ്യങ്ങളുമായ കൃതന്മാരോടും ശ്രദ്ധന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേ അവർ ആരാധന സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ നാമത്തിലൊരുമിച്ചുകൂടി നിങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ നിങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ നിങ്ങൾ ആചരിക്കുന്നു. തനയിപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപകടത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ
ആശ്രയമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, എന്നെ പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്രമേ കൃപമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ദൈവിക ജീവൻ നിങ്ങളെ പങ്കുകാരാക്കാൻ നിങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വധിച്ചു പോയവരെ സമുദരിക്കുകയും മൃതരായവരെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായവരെ കടകാക്ഷം വിശദീകരിച്ചു. നിങ്ങളുടെ ബുദ്ധി പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നിരകൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാ പ്രവാചകന്മാരുടെയും ശിഷ്യന്മാരുടെയും രക്തസാക്ഷികളുടെയും വർദ്ധകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ ശക്തിയും പ്രതിജനകമായ വിധം വർദ്ധിച്ചു നീതിമാന്മാർ വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അവരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞ എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നിങ്ങളുടെ വിശുദ്ധന്റെ ശരീരത്തിന് നിങ്ങൾ അർപ്പിക്കുന്നു. ജീവിതതലമുറയുടെ ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് നൽകണമേ. അത് മാത്രമേ യഥാർത്ഥ പിതാവായ ദൈവം നമ്മുടെ പ്രിയപുത്രനായി ശ്രമിച്ചതായി ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ വിശുദ്ധവന്ന് ജീവിതായുഗ സുവിശേഷവും വിശുദ്ധോപദേശായുടെ സജീവവും ജീവിതായുഗയുടെ ഇടത്താൽ മുതലിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ വിശുദ്ധനെ പഠിപ്പിച്ചതും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവിന്റെ നാമന രക്ഷകരമായി ശ്രമിച്ചതായുടെ പിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവിതായുഗവും ദൈവികവുമായ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആസ്വദിക്കുകയും കേൾക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ വേർപിലുള്ള വലിയ പ്രത്യാശക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവാദികൾക്ക് വേണ്ട മഹനീയവും വിസ്മയവും രക്ഷണ പദ്ധതിയെക്കുറിച്ചും നിങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. നിങ്ങളുടെ വിശുദ്ധ മൂല്യത്തിൽ കാണിച്ചിരിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തിനും പ്രത്യാശയോടും കൂടെ നിങ്ങൾ അംഗീകരിക്കുകയും കൃതജ്ഞതാർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായുടെ നാമത്തിനെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗവാസികളുടെ സമാധാനവും വാസികളുടെ പ്രത്യാശയുമായ വിശുദ്ധായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും എന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രീയ ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. പ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ.
വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കാൻ ഞങ്ങളുടെ ഇടയാകട്ടെ. ഞങ്ങൾക്കെല്ലാം കർത്താവേ, ഞങ്ങൾക്കെല്ലാം നിന്റെ നാമത്തിനെ മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാര്യപ്രസന്നമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവായ ഈശോയുടെ സ്പർശവും അവിടുത്തെ സിംഹാസനത്തിൽപ്പെടുത്തുകയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും പരിമള പൂരിതമാക്കണമേ. കർത്താവേ, ഇരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്ങനെ സുദീർഘവും പരിശുദ്ധവും ജീവിതായുധവും ദൈവികവും രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം നിങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോയുടെ തിരുനാമത്തിലെ സ്തുതി, നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായുധവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിനെ മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. എന്നുള്ളിലണയും പാദനേ ആരാധന ആരാധന. ബുദ്ധിയായ ഉള്ളിലണയും നാഥനേ ആരാധന ആരാധന. കൃത്തടത്തിൽ നിൻ സ്നേഹം പകരണേ, എന്നാത്മാവിലെന്നും നീ വാഴണേ. കൃത്തടത്തിൽ നിൻ സ്നേഹം പകരണേ, എന്നാത്മാവിലെന്നും നീ വാഴണേ. നിന്നുള്ളിൽ വാഴുന്ന എന്നാത്മരൂപനെ ആരാധന. നിന്നുള്ളിൽ നന്മയായി നീ വളരണമേ ആരാധന. നിന്നുള്ളിൽ വാഴുന്ന എന്നാത്മരൂപൻ ആരാധന. നിന്നുള്ളിൽ നന്മയായി നീ വളരണമേ ആരാധന. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മലിനതയെല്ലാം കഴുകി നിത്യം ആത്മാവിൻ പരിരക്ഷണമതിനെ നിണവും തിരുമേനിയും അതുപോൽ ജീവനം സകല വിശുദ്ധരോട് സ്തുതിക്കണം. നിങ്ങളെ പുത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കരുണകൃപ നൽകിയ വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിലെ പോകുന്ന പ്രകൃതിയെ പ്രസന്നവദനം നിഷ്കളങ്കമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണം. ഞങ്ങളെല്ലാവരും അത് ചെയ്യണം. അങ്ങയുടെ പ്രകാരം അപേക്ഷിക്കുന്നു. സുക്രിസ്തനായ നിങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവേ, സുതനായ സർവേശ്വരൻ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞാനേ അത് മാറ്റണില്ല കേട്ടോ. ഞാനത് മാറ്റണില്ല. മാറ്റിയാലും മാറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ്. അത് തത്തി കഴിഞ്ഞാൽ അത് ഇളകും. അത് ഇളകുന്നു. അല്ല, ഒരു മിനിറ്റ് നേരം ഇളകുള്ളൂ. അപ്പൊ ജനങ്ങൾക്ക് ഇളവക്കാരെ കാണാൻ പറ്റില്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചെയ്തോ അല്ലെങ്കിൽ ഞാൻ ജീവനോട് കുഴപ്പമുണ്ടോ? അത് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ നിന്നൂന്ന് വരില്ല. പിന്നെ അതുപോലെ ഇരുന്നൂന്ന് വരില്ല. തൊട്ട് വെച്ചേക്കേണ്ട സാധനം. അല്ല, അത് മൊബൈൽ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കാം. ഞാൻ ആ പിടിക്കുന്ന സാധനം കൊണ്ട് പിടിച്ചുതരാം. അതാടാ ഒരു ഭംഗി കേട്ടോ. Glory,
ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിലരിയുന്നു നാഥൻ സ്വന്തമായി എന്റേതാകുന്നു സ്വർഗത്തിൻ സ്വരമൻ സ്വത്തായി മാറുന്നു നെഞ്ചോടു ചേർക്കന്റെ ഈശോ ആ ചങ്കിലെ ചൂടേകിയെന്നിൽ പ്രാണൻ വെടിഞ്ഞെന്റെ ഈശോ സ്വന്തം ജീവൻ പകർന്നേകിയെന്നിൽ നിന്നിൽ വരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറുന്നേ തിരുവരിയിൽ നിന്നിൽ വരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറുന്നേ തിരുവരിയിൽ ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ അരിയുന്നു ുള്ളിൽ അരിയും നീയൻ ബലിയായി മാറുന്നു ഉള്ളിനുള്ളിൽ വാഴുമ്പോഴെ ആത്മം നിറയുന്നു മൗനമാം സ്നേഹമായി മുന്നയായി ഈ തിരുവരിയിൽ മൗനമാം സ്നേഹമായി മുന്നയായി ഈ തിരുവരിയിൽ നിന്നിൽ വരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറുന്നേ തിരുവരിയിൽ നിന്നിൽ വരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറുന്നേ തിരുവരിയിൽ ഞങ്ങളുടെ കർത്താവ് വിശ്വാസപ്രവചനം സ്വീകരിച്ച ദിവരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. യുവങ്ങളുടെ രാജാവായ മിശിഹായെ നീദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്റെ വിശ്വസാരുടെയും കരകളും കടങ്ങളും നിന്റെ ശരീരങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നിയമപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ പല വിശ്വാസത്തോടെ നിൽക്കുവാനും സൂര്യങ്ങളോട് നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. കരുണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വക മനുഷ്യനായ പിതാവിന്റെ വിശുദ്ധ സുഹൃത്തിനെ ഓർമ്മാചരിച്ചുകൊണ്ട് സുദീർഘവും പരിശുദ്ധവും ജീവിതാംഗവും ദൈവികമനേശങ്ങളെ പങ്കുചേരാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. വിധാനത്തെ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായി വിശുദ്ധ കുർബാന വഴി ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്തു. യഹോവ ദാനം എന്ന് വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധരെ പോലെ ഭൂമിയിൽ ഏറ്റു പറയുവാനും
ജീവിതത്തിലൂടെ നിനക്ക് സൗഖ്യമയക്കുവാനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. വീരകൊടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഗതം പാർന്നിടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവനിൽ ഞാൻ നിശ്ചയമായി വിധിയിൽ ഗവനെ ഞാൻ അന്തിമ ദിവസം ഉയർത്തിക്കും. നിത്യായുത്സവം നേടും ഞാൻ ഏവം നാഥൻ വിളിച്ചിരു. അരുളിയ പോലെ നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിതപാതകളിൽ ആവശ്യമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയുടെ ജീവൻ നൽകും ദൈവികമായ ശുദ്ധിയേറുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ക്രിസ്ത്യാനിമാര് സിംഗിൾ ആയിട്ടുള്ളവർ ആദ്യം ഫ്രണ്ടിലേക്ക് വരിക, ഫാമിലി ആയിട്ടുള്ളവര് തൊട്ട് പുറകിലായിട്ട് നിൽക്കുക. ഒന്ന് പെട്ടെന്ന്
സുവിശേഷ ഭാഗം വായിച്ചു കേൾക്കാം. വിശുദ്ധ മത്തായി അറിയിച്ചു പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. അദ്ദേഹം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാകാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശ്രമിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളുടെ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശുവെന്ന് പേരിടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ നടത്തമുള്ള എമ്മാനുവേ എന്ന് അവൻ വിളിക്കപ്പെടും. ഇത് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിനെ യേശുവെന്ന് പേരിട്ടു. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. എല്ലാവരും ഉള്ളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന നേരം സുവിശേഷം അവരെ മുത്തിക്കുന്നത്. ദൈവത്തിന്റെ പ്രമാണം നിന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി മൈഭവിക്കട്ടെ. ഇടവക മധ്യസ്ഥിയായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥതയാൽ സർവശക്തനായ ദൈവം നിന്നെയും നിന്റെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഉദ്ദിഷ്ടകാര സാക്ഷ്യത്തിൽ നിന്ന് ദൈവം നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. കർത്താവാം മിശിഹാതൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നിന്നിലുണ്ടാകേണമെന്നുമെന്നും നിന്നിലുണ്ടാകേണമെന്നുമെന്നും നിന്നിലുണ്ടാകേണമെന്നുമെന്നും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നതിനെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത കർത്താവിനെ സ്തുതിക്കാൻ നിങ്ങൾ വഹിക്കുവാൻ പോകുന്ന ഈ തിരികളെ ആശീർവദിക്കണമേ. ലോകത്തിലേക്ക് വന്ന സത്യപ്രകാശമായ വിശുദ്ധായ അന്ധകാരമയമായ ലോക ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങൾ ധൈര്യപൂർവ്വം തരണം ചെയ്ത് നിത്യപ്രകാശത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ബലിപീഠത്തിന് മുൻപിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുവാൻ വിശുദ്ധമായ എണ്ണ തയ്യാറാക്കണമെന്ന് മോശയോട് കൽപ്പിച്ച ദൈവമേ, തിരികൾ ആശീർവദിക്കണമേ. അന്ധകാരമെല്ലാം അകറ്റുവാനും ഞങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശമാനമായി സംരക്ഷിക്കുവാനും ഇവ ഞങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ദിവ്യാനുഗ്രഹമേകണമേ നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ പരിപാവനമാം പ്രീതമേ ദിവ്യാനുഗ്രഹമേകണമേ പാതകളിൽ ചരിച്ചു നാടകം സമ്പൂർണ്ണം നിറച്ച പാവനീരാത്മാ പ്രാർത്ഥിക്കണമേ നിങ്ങൾക്കായി ക്രൂശിതനായൊരു ദൈവത്തിൻ പൂജിതനാം തിരുമാലികയാൽ കുരിശിൻ പാദമുണർന്നവനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. തിരുമന്ദിരം ീനായ വിശുദ്ധാത്മാ പൊന്തിയ പിന്മഴേ നിരന്തരേവി പുറന്നിടുവാൻ പ്രാർത്ഥിക്കണമേ നിങ്ങൾക്കായി. ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർക്കൊള്ളുവീരവുമായി പാഠകിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ നിങ്ങൾക്കായി. നിക്ഷേപങ്ങൾ നിറച്ചവനെ ചിന്തയുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ ദൈവത്തിന്റെ പാപം കൊടുക്കേണമേ പാപം കൊടുക്കേണമേ. ലോകത്തിൻ പാപം
മിശിഹാകർത്താവേ മരകുലപാലകനേ ഞങ്ങളച്ചിടുമേ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമിയലും രൂപം പോൽ കൈക്കൊണ്ടരുളേണം പരിമളമിയലും രൂപം പോൽ ആത്മീയവും ശരീരമല്ലാവരങ്ങളാലും പരിഗണിച്ചവരുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. തിരുമനയുടെ സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെയും അനുജന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് പരിഗണിക്കപ്പെടുന്നവരെ വിശ്വാസത്തിലുറച്ചവരും സുഹൃതങ്ങളെ തിരുവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായ തിരുസഭനായ ഫ്രാൻസിസ്കോയ്ക്ക് വേണ്ടിയും അവിടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിനെ കാരണഭൂതനായി വിശ്വാസപിതാവിനെ വിശ്വസംസ്ഥാനങ്ങളെ സുഹൃതങ്ങളെ കുറിച്ചും അത്യാവശ്യം എല്ലാ സഹായങ്ങളും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാളുകളുടെ കുടുംബാംഗങ്ങളെ ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ലോകത്തിൻ വഴികളിലുടലാതെ പാപത്തിൻ പാതയിൽ പുറയാതെ ദൈവത്തിൻ പരിമളഭൂമിയിൽ പരിമളരായി വന്നൊരു പുണ്യാത്മാ പരിമളരായി വന്നൊരു പുണ്യാത്മാ മാമലമേലുയരും നഗരം നീ മോഹനമാർന്നീപം നീ ധരയിന്മേൽ മധ്യമാതൃകനീ വിനയമോടെ വന്ദനമരുളുന്നു. അത്ഭുതകരമായ ഫലങ്ങളെ ശരണീകരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധരുടെ സുഖങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ തീരുമാനിച്ച് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഇഷ്ടകാലത്തുകൊണ്ട് നിങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും പരിശുദ്ധാത്മാവായ നിങ്ങളെ വിശ്വാസത്തിൽ അർപ്പിക്കണമേ. സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശയെ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ക്ഷണിപ്പിക്കണമേ. സഹോദര സ്നേഹത്തെ ഞങ്ങളെ വളർത്തണമേ. വിശുദ്ധ ഏറ്റു പറയുന്നതിനും സഭയുടെ പാവനമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ആവശ്യമായ അനുഗ്രഹദാനങ്ങൾ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സാക്ഷ്യത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കിടമേ എന്നപേക്ഷിക്കാം. ചക്രവർത്തിയുടെ സൈന്യാധിപന്റെ സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ സഹായത്തിനായി മുന്നോട്ട് വന്ന വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ തിരുസഭയ്ക്ക് വേണ്ടി ത്യാഗപൂർവ്വം സേവനം ചെയ്യുന്നതിനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം തെറ്റിനേക്കാൾ മരണം വരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവനീയമായ പീഡനങ്ങൾ സഹിക്കുകയും രക്തസാക്ഷി മകുടം ചൂടുകയും ചെയ്ത വിശുദ്ധന്റെ മാതൃക പിഞ്ചെന്ന് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ക്ലേശങ്ങളും ത്യാഗങ്ങളും സഹിക്കുന്നതിനും എല്ലായിടത്തും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ നിത്യനഗരത്തെ രക്ഷിച്ച വിശുദ്ധന്റെ പ്രാർത്ഥനയാൽ എല്ലാവിധ ശാരീരിക രോഗങ്ങളിൽ നിന്നും
ആത്മീയാപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കന്യാവൃത്തയുടെ കാവൽക്കാരനും തിരുകുടുംബത്തിലെ പാലകനുമായ യോസേഫിനെ സ്വർഗീയ വരങ്ങളാൽ അലങ്കരിച്ചു കർത്താവേ, നിങ്ങളുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി നിരന്തരം നിങ്ങളെ പരിപാലിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാവിനെ വിശ്വസിച്ചവനെ സംരക്ഷിക്കുവാൻ വേണ്ടി അവർ ഞങ്ങളായ സൈന്യം കുടുംബ ജീവിതക്കാരുടെ മാതൃകയും സഭയുടെ സംരക്ഷകനാവുകയും ചെയ്ത് യോസേഫിനെ പോലെ കുടുംബങ്ങളുടെയും സഭയുടെയും അവകാശ സംരക്ഷണത്തിനായി ക്ലേശങ്ങൾ സഹിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുണ്ടായ സംശയങ്ങളെ ക്ലേശങ്ങളെ ദൈവത്തിനുമനസ്സിലേക്ക് വഴങ്ങി ജീവിക്കുവാനും ദൈവകുമാരനെ കന്യകാമാതാവിനെ പരിചരണങ്ങളെ ഭാഗ്യവരണം പ്രാപിക്കുവാനും ലഭിച്ച യോസേഫിനെ പോലെ ജീവിത ക്ലേശങ്ങളെ സമസ്യതയോടെ നേരിടുവാനും പ്രസാദാവസ്ഥയും ഭരിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിനും ശരീരത്തിനും പരിശുദ്ധിയെ പാലിക്കുന്നവർക്ക് ഈ ലോകത്തിൽ സൗഭാഗ്യം പരലോകത്തെ ദൈവദർശനവും വാഗ്ദാനം ചെയ്ത് കർത്താവേ, അങ്ങയുടെ വളർത്തിപിതാവായ യോസേഫിന്റെ മാതൃകയനുസരിച്ച് വിനയത്തിന് വിശുദ്ധി വളർന്നു വരുവാനും ജീവിത ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഇതുപോലും സദാചാര ജീവിപ്പിക്കണമേ. സുഖരാജ്ഞയെ മുഖാമുഖം കൊണ്ടാടിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്തുതിക്കും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഈ അപ്പുകളെ ആശീർവദിക്കണമേ. വിശുദ്ധരെ മധ്യസ്ഥതയുടെ അഭയമായിരിക്കട്ടെ. അങ്ങയുടെ പ്രമാണം അനുസരിച്ച് പരിപൂർണത പ്രാപിക്കുവാനും വിശുദ്ധരെ അനുകരിച്ച് മതപരമായി ജീവിക്കുവാനും നിങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. ആകാശത്തിലെ ഭൂമിയുടെയും സൃഷ്ടാവായ സർവശക്തനായ പിതാവേ, വിശുദ്ധ സക്രിസ്ത്യാനോസിന്റെ അമ്പുകളെ ആശീർവദിക്കുകയും വിശദീകരിക്കുകയും ചെയ്യണമേ. ഇത് ധരിക്കുന്നവരെ ആത്മികവും ശരീരവുമായ അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുസ്വരൂപം ഇനി പൊതുവണക്കത്തിന് വേണ്ടി നമ്മൾ ദേവാലയത്തിൻ്റെ മുറ്റത്ത് പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്ന പന്തലിൽ നമ്മൾ വിളിച്ചു വെക്കാനായിട്ട് പോവുകയും അതിനുവേണ്ടി ഭക്തിയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രസുദ്ധന്തിമാരെ രണ്ട് വരിയായിട്ട് നേരത്തെ നിൽക്കുന്നത് പോലെ നിൽക്കുക. അവരെ മുൻപിൽ നടക്കുന്നു. അതിന് പുറകിലായിട്ട് അത്താരപ്പാനമ്മ, അതിന് പുറകിലായിട്ട് തിരുസ്വരൂപങ്ങൾ വഹിച്ച് ഒരു ക്രമത്തിൽ പോകാനായിട്ട് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അത്ഭുതകരമായ ഫലങ്ങളാൽ പരിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവള്ളമായ ദൈവമേ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ യോസേഫ് പിതാവിന്റെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് തുണയും സങ്കേതവും ദുഷ്ടസൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗത്തിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ പിതാവേ പാലകനേ തണയുന്നു തിരുസവിധേ തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ Thank you.